بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله ما بعد ജംഉം കസറും പാർട്ട് 15 മുന്തിച്ച് ജംആക്കുന്നതിൻ്റെ നിബന്ധനകളാണ് പറയുന്നത്. നാലാമത്തെ ഷർത്ത് രണ്ടാം നിസ്കാരം തുടങ്ങും വരെ യാത്രയിൽ ആവണം. റാബിഉഹ നാലാമത്തെ ഷർത്ത് ദവാമു സഫരിഹി ഇല അഖദി സാനിയത്തി രണ്ടാം നമസ്കാരത്തിനോട് ബന്ധിക്കുന്നത് വരെ അവന്റെ യാത്ര നിലനിൽക്കണം എന്നതാണ്. 2,398. അപ്പോ അസറിനെ ളുഹറിലേക്ക് മുന്തിച്ച് ജംആക്കിയ ഒരാൾ ളുഹർ നമസ്കാരം കഴിഞ്ഞ് അസർ നമസ്കാരത്തിനോട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ബന്ധിക്കുന്നത് വരെയും അവൻ യാത്രയിൽ തന്നെ ആവണം. ഉദാഹരണമായി പറയുമ്പോൾ ഫലോ അഖാമ ഖബലഹു, അപ്പോൾ രണ്ടാമത്തതിനോട് ബന്ധിക്കുന്നതിൻ്റെ മുമ്പായി ഒരാൾ യാത്ര അവസാനിച്ചു എങ്കിൽ ഫലാ ജംഅ, അവിടെ ജംഅ് പറ്റുകയില്ല. ലിസവാലി സബബി, യാത്ര അവസാനിച്ചു എന്ന് പറഞ്ഞാൽ താമസിക്കുക എന്ന അവസ്ഥയിലേക്ക് എത്തി, ഒരു മുഖീമാകുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ അവിടെ ജമ്മു പറ്റൂല. കാരണം ലിസവാലി സബബി, ജംആക്കാനുള്ള കാരണം യാത്രയിലാവുക എന്നുള്ളതാണ്. അത് ഇവിടെ നീങ്ങിപ്പോയി. ഫയതഅയ്യനു തഖീറു സാനിയത്തി ഇലാ വഖ്തിഅ, അപ്പോൾ രണ്ടാം നമസ്കാരം ഉദാഹരണമായി പറഞ്ഞ ഈ രൂപത്തിലെ അസർ നമസ്കാരത്തെ പിന്തിക്കൽ നിജമാണ്. ഇലാ വഖ്തിഹ, ആ അസറിന്റെ സമയം കൊള്ളെ, ആ രണ്ടാം നമസ്കാരത്തിന്റെ സമയം കൊള്ളെ പിന്തിക്കൽ നിർബന്ധമാണ്. അമ്മ അഖ്ദുൽ ഊല, അപ്പോ ഒന്നാമത്തെ ആ നമസ്കാരത്തിനോട് ബന്ധിക്കൽ ഫലാ യുസ്തർതു വുജൂദു സഫരി ഇൻദഹു, അവിടെ യാത്ര ആ സമയത്ത് യാത്ര ഉണ്ടാവല്, ഒന്നാമത്തതിനോട് ബന്ധിക്കുന്ന സമയത്ത് യാത്ര ഉണ്ടാവണം എന്നുള്ളത് ഷർത്തില്ല. ഹത്താ എന്ന് വെക്കുമ്പോൾ ലൗ അഹ്റമ ബിൽ ഊലാ ഫിൽ ഇഖാമത്തി, അവൻ യാത്രയിലല്ലാതെ നാട്ടിൽ താമസിക്കുന്ന ഒരു അവസ്ഥയിലായിക്കൊണ്ട് ഒന്നാം നമസ്കാരം കൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി സുമ്മ സാഫറ, പിന്നെയാണ് യാത്ര തുടങ്ങുന്നത്. വജദ ഇൻദ അഖദി സാനിയത്തി, രണ്ടാം നമസ്കാരത്തിനോട് ബന്ധിക്കുന്ന ഘട്ടത്തിൽ യാത്ര ഉണ്ടാവുകയും ചെയ്തു എങ്കിൽ കഫ, അത് മതി. ബിഖിലാഫിൽ മത്തരി, മഴ കാരണമായി ജമ്മാക്കുമ്പോൾ മഴക്ക് എതിരുകൊണ്ട് ലാബുദ്ദ മിൻ വുജൂദിഹി, അവിടെ മഴ ഉണ്ടാവൽ കൂടാണ്ട് കഴിയൂല. ഇൻദ അഖ്ദിഹിമ, രണ്ട് നമസ്കാരത്തിനോടും ബന്ധിക്കുന്ന സമയത്തും മഴ വേണം. ഇവിടെ വൽ ഫർഖു, വ്യത്യാസം എന്താണ്? അന്നൽ മത്തറ ലൈസ ബി ഇഖ്തിയാരിഹി, മഴ എന്നുള്ളത് അവന്റെ സ്വതന്ത്രമനുസരിച്ചു കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യം അല്ല, യാത്ര പോലെയല്ലല്ലോ അത്. തഹ്തീത ഫീഹി, അപ്പോൾ അതിൽ സൂക്ഷ്മത പാലിക്കപ്പെടണം. തഹ്ഖീഖൻ ലിൽ ഉദ്രി, ഉദ്ർ ഉറപ്പാക്കാൻ വേണ്ടി അതിൽ സൂക്ഷ്മത പാലിക്കപ്പെട്ടു. വസ്സഫറ, യാത്ര എന്നുള്ളത് ഇഖ്തിയാരിഹി, ഓന്റെ സ്വാതന്ത്ര്യം അനുസരിച്ചു കൊണ്ടാണ്, ഓന്റെ ഇഖ്തിയാറിന് ഇഷ്ടത്തിനനുസരിച്ചു കൊണ്ടാണ് അതിന്റെ കാര്യം. ഫഹുവ മുഹഖഖുൻ ഇൻദഹു, അത് ആ യാത്ര തുടങ്ങുന്ന സമയത്ത് അത് ഉറപ്പാകും, അതല്ലെങ്കിൽ ഈ ജമ്മിന്റെ സമയത്ത് അത് ഉറപ്പാണ്.
അപ്പൊ അവിടെ യാത്രയും മഴയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. സറഹുൽ മൻഹജ് ജമല് സഹിതം 1612. വലൗ ജമഅ ഐ അറാദൽ ജംഅ, ഒരാൾ ജംആക്കാൻ ഉദ്ദേശിച്ചു, തഖ്ദീമൻ മുന്തിച്ചുകൊണ്ട്. അതെങ്ങനെ? ബി അൻ സല്ലൽ ഊലാ ബി നിയ്യതിഹി, ഒന്നാം നമസ്കാരത്തെ ജംഇനെ കരുതിക്കൊണ്ടാണ് അവൻ നമസ്കരിച്ചത്. ഫസാറ ബൈന സ്വലാത്തൈനി, അങ്ങനെ രണ്ട് നമസ്കാരത്തിന്റെ ഇടയിൽ അവനായി, ഔ ഖബല ഫറാഗിൽ ഊല, അതല്ലെങ്കിൽ ഒന്നാം നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിന്റെ മുമ്പ് അവനായി, മുഖീമൻ, അവൻ താമസിക്കുന്ന വ്യക്തിയായി, ബിനഹവി നിയ്യത്തി ഇഖാമത്തിൻ, താമസിക്കലിനെ കരുതൽ പോലത്തെ കാരണം കൊണ്ടോ മുഖീമായി മാറി, യാത്ര എന്നുള്ളതാണ് പോയി ഇല്ലാതെയായി. ഔ ഷക്കിൻ ഫീഹ, അതല്ലെങ്കിൽ ആ ഇഖാമത്തിനെ കരുതുന്നതിൽ അവൻ സംശയം ഉണ്ടായി, അതുപോലെയുള്ള കാരണം കൊണ്ട് മുഖീമായി മാറി. എന്നാൽ ബത്തലൽ ജം, അപ്പൊ അവിടെ ജം നഷ്ടപ്പെട്ടു, ബാത്തിലായി പോയി. ലിസവാലി സബബിഹി, ജംഇന്റെ കാരണം അവിടെ നീങ്ങിപ്പോയി. ഫയുഅഖിറു സാനിയത, അപ്പോൾ രണ്ടാം നമസ്കാരത്തെ അവൻ പിന്തിക്കണം, ലി വഖതിഹ, ആ രണ്ടാം നമസ്കാരത്തിന്റെ സമയത്തിലേക്ക്. വൽ സഹീഹത്തുൻ, ഒന്നാമത്തെ സഹീഹത്താണ്, അതിൽ തകരാറൊന്നുമില്ല. 2401. ഷറഹുൽ മുഹദ്ദബിന്റെ ഉദ്ധരണി ഇവിടെ, ഇദാ ജമഅ തഖ്ദീമൻ, ഒരാൾ മുന്തിച്ച് ജംആക്കി, ഫസാറ ഫി അസ്നാഇൽ ഊല, അപ്പോ ഒന്നാമത്തെ നമസ്കാരത്തിന്റെ ഇടയിൽ അവനായി, ഔ ഖബല ശുറൂഇഹി ഫി സാനിയത്തി, അതല്ലെങ്കിൽ രണ്ടാം നമസ്കാരത്തിൽ പ്രവേശിക്കുന്നതിന്റെ മുമ്പ് അവനായി, മുഖീമൻ ബി നിയ്യത്തിൽ ഇഖാമത്തി, ഇഖാമത്തിനെ കരുതിയ കാരണം കൊണ്ടുവൻ മുഖീമായി മാറി. ഔ ഉസൂലി സഫീനത്തിഹി ദാറൽ ഇഖാമത്തി, അതല്ലെങ്കിൽ അവൻ താമസിക്കുന്ന നാട്ടിലേക്ക് അവന്റെ കപ്പൽ ചേർന്നു, അതുകൊണ്ട് ഒരു നാട്ടിൽ താമസിക്കുന്ന ആ അവസ്ഥയിലേക്ക് എത്തി. എന്നാൽ ബത്തലൽ ജംഉ, ഓന്റെ ജംഉ ബാത്തിലായി പോയി. ഫയതഅയ്യനു തഖീറു സാനിയത്തി ഇലാ വഖതിഹ, രണ്ടാം നമസ്കാരത്തെ അപ്പൊ അതിന്റെ സമയത്തിലേക്ക് പിന്തിക്കൽ അവനക്ക് നിജമായി, നിർബന്ധമായി അവൻ പിന്തിക്കണം. അമ്മൽ ഊല ഫസഹീഹത്തുൻ, ഒന്നാമത്തെ നമസ്കാരത്തിന് യാതൊരു തകരാറുമില്ലാതെ സാധുവായ നമസ്കാരമാണ്. ലി അന്നഹ ഫി വഖതിഹ, അത് അതിന്റെ സമയത്തിൽ തന്നെയാണ് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ഗൈറു താബിഅത്തിൻ, അത് മറ്റൊന്നിനോട് പിന്തുടർന്നതല്ല, അത് അതിൻ്റെതായ സമയത്തു തന്നെയാണ്, അതുകൊണ്ട് ശരിയാണ് എന്ന് മജ്മൂഉ ശറഹുൽ മുഹദ്ദബ് 4/315 പറഞ്ഞിട്ടുണ്ട്. രണ്ടാം നമസ്കാരത്തിലോ ശേഷമോ മുഖീമായാൽ, ഇദാ സാറ മുഖീമൻ ഫി സാനിയത്തി, രണ്ടാം നമസ്കാരത്തിൽ അവൻ മുഖീമായി നാട്ടിൽ താമസിക്കുന്നതിലേക്ക് എത്തി. മിസ്ലുഹാ ബൽ ഔല, അത് ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, രണ്ടാം നമസ്കാരം പോലെ തന്നെയാണ്. ബൽ ഔല, രണ്ടാം നമസ്കാരത്തിൽ മുഖീമാവുക എന്നതുപോലെ തന്നെയാണ്. ബൽ ഔല, തന്നെയുമല്ല അതിനേക്കാൾ ഔലയാണ് ഈ പറയപ്പെട്ട ഹുക്കം ഇതിനോട് ബന്ധിക്കുന്ന വിഷയത്തിൽ. ഇദാ സാറ മുഖീമൻ ബഅദഹ, രണ്ടാം നമസ്കാരത്തിന്റെ ശേഷം മുഖീമാവുകയാണെങ്കിൽ, ലാ യബ്തുൽ ജംഉ ഫിൽ അസഹി, അവിടെ അസഹായ വീക്ഷണം അനുസരിച്ച് ജംഉ ബാത്തിലാവൂല. ഇക്തിഫാൻ ബിഖ്തിറാനിൽ ഉദ്രി ബി അവ്വലി സാനിയത്തി, രണ്ടാം നമസ്കാരത്തിന്റെ ആദ്യത്തേതിനോട് ഈ ജമ്മാക്കാനുള്ള കാരണം അന്വരിക്കൽ കൊണ്ട് മതിയാക്കപ്പെട്ടു എന്നതാണ്. കാരണം എന്ത്? സുയാനത്തല്ല ഹനിൽ മുത്തലാനി ബഅദൽ ഇൻഇഖാദി, തുടക്കത്തില് യാത്ര എന്ന കാരണമുള്ളത് കൊണ്ട് സഹിഹായി കെട്ടുപെടൽ സംഭവിച്ചു. അങ്ങനെ സഹിഹായി കെട്ടുപെട്ട ശേഷം പിന്നെ ബാത്തിലാവുക എന്നതിനെ തൊട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഉദ്ർ രണ്ടാമത്തെ നമസ്കാരത്തിന്റെ ആദ്യത്തതിനോട് അന്വരിച്ച് വന്നാൽ മതി എന്ന് പറയുന്നത്. എന്നാൽ ഇന്നമാ മനഅത്തിൽ ഇഖാമത്തു അസ്നാഅൽ ഖസ്റ, രണ്ടാം നമസ്കാരത്തിന്റെ ഇടയിൽ താമസിക്കൽ വന്നാൽ, ഇഖാമത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഖസ്റിനെ തടയുന്നുണ്ട്.
ജമ്മിനെ തടയുന്നില്ല എന്ന് പറഞ്ഞു, ഖസറിനെ തടയുന്നു. ഖസറാക്കുമ്പോൾ ആ നമസ്കാരം പൂർണ്ണമായും കഴിയുന്നത് വരെയും യാത്ര തന്നെ വേണം രണ്ടാം നമസ്കാരം. ലി അന്നഹ തുനാഫിഹി, കാരണം ഈ ഇഖാമത്ത് എന്നുള്ളത് ഖസറിനോട് എതിരാണ്. ബിഖിലാഫി ജിൻസിൽ ജംഇ, ജംഇന്റെ വർഗത്തിന് എതിരുകൊണ്ട് ജവാസി ബിൽ മത്തലി, കാരണം അവിടെ ഈ ജംഇ എന്നുള്ളത് മഴ കൊണ്ട് പറ്റുമല്ലോ, യാത്ര തന്നെ വേണമെന്നില്ല. ഖസറിന് യാത്ര എന്ന ഒറ്റ കാരണേ ഉള്ളൂ. അതുകൊണ്ട് യാത്ര എന്നുള്ളത് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഖസറ് പറ്റൂല എന്നാണ് ഈ പറഞ്ഞതിന്റെ സാധ്യം. തുഹ്ഫ 2/401. ഇനി അങ്ങനെ രണ്ട് നിസ്കാരത്തിന്റെ ഇടയിൽ മുഖീമായി കഴിഞ്ഞാൽ അവിടെ വാത്തിലാകും എന്ന ഒരു വീക്ഷണവും പറഞ്ഞ ഇമാമുകളുണ്ട്. വലോസാറ മുഖീമൻ ഫി അസ്നാഇ സാനിയത്തി ഫവജ്ഹാനി, രണ്ടാം നമസ്കാരത്തിന്റെ ഇടയിൽ മുഖീമായി കഴിഞ്ഞാൽ അവിടെ രണ്ട് വീക്ഷണമാണ് അസ്ഹാബിനുള്ളത്. ഹക്കാഹുമൽ ഫൂറാനിയു വൽ ഖാദി ഹുസൈൻ വസർഖസി വൽ ബഗ്വി വആഖറൂന മിനൽ ഖുറാസാനിയ്യീന, ഇവരൊക്കെ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അഹദുഹുമാ യബ്തുലുൽ ജംഉ, രണ്ടിൽ ഒന്ന് അത് ജംഉ ബാത്തിലാകും എന്നുള്ളതാണ്. കമാ യംതനിഉൽ ഖസ്റു, ഖസ്ർ പാടില്ലാത്തതുപോലെ തന്നെ. ബിൽ ഇഖാമത്തി ഫി അസ്നാഇഹ, രണ്ടാമത്തെ നമസ്കാരത്തിന്റെ ഇടയിൽ താമസിച്ചാൽ ഖസ്ർ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ജമ്മും പറ്റില്ല എന്നാണ് ഒരു വീക്ഷണം. والثاني من الوجهين وهو الأصح عند الرافعي وبهذا قطع القاضي أبو الطيب في المجرد والمتولي في التتمة لا يبطل الجمع, ജംഉ ബാത്തിലാവുകയില്ല എന്നാണ്. ശറഹുൽ മുഹദ്ദബ് 4/315. പിന്തിച്ച് ജംആക്കുന്ന ഘട്ടത്തിലാണെങ്കിൽ ഔ ജമഅ തഅഖീറൻ, ഒരാള് പിന്തിച്ച് ജംആക്കാൻ ഉദ്ദേശിച്ചു, അങ്ങനെ ഫഅഖാമ ബഅദ ഫറാഖിഹിമ, രണ്ട് നമസ്കാരത്തിൽ നിന്നും വിരമിച്ച ശേഷം നാട്ടിൽ താമസിക്കുന്നയാളായാൽ ലം യുഅസ്സിറ ഇത്തിഫാഖൻ, അത് പ്രശ്നം വരുത്തുകയില്ല എന്നുള്ള കാര്യം ഇത്തിഫാഖാണ്. ജംഇ തഖ്ദീമി, തഖ്ദീമിന്റെ ജംഉ പോലെ തന്നെ, രണ്ടും കഴിഞ്ഞ ശേഷം മുഖീമായതുകൊണ്ട് കുഴപ്പമില്ല, മുതിച്ച് ജംആക്കിയ ഒരാള്. അപ്പൊ ഔല മാത്രമല്ല, ഇതൊന്നും കൂടി ഔലയാണ്, ഹുക്മ് ഇതിനോട് ബന്ധിക്കുന്നതിൽ കൂടുതൽ ബന്ധപ്പെട്ടതാണ്. ഇഖാമത്തുഹു ഖബ്ലഹു വ ഖബ്ല ഫറാഖിഹിമ, രണ്ട് നമസ്കാരത്തിൽ നിന്നും വിരമിക്കുന്നതിന്റെ മുമ്പായി നാട്ടിൽ താമസിക്കുക എന്ന ഘട്ടം വരല്, മുഖീമാവൽ. ഫലൗഫി അസ്നാഇ സാനിയത്തിയ, രണ്ടാമത്തതിന്റെ ഇടയിലാണെങ്കിലും ശരി, ഖിലാഫുൽ മജ്മൂഇൽ പറഞ്ഞതിനെതിരാണത്. രണ്ടാമത്തതിന്റെ ഇടയിലാണെങ്കിലും ശരി, രണ്ടിൽ നിന്നും വിരമിക്കുന്നതിന്റെ മുമ്പ് താമസിക്കുക എന്നുള്ളത് യജ്അലുൽ ഊല ഖളാഅൻ, ഒന്നാമത്തതിന് അത് ഖളാ ആക്കും, ഒന്നാം നമസ്കാരത്തെ. എന്ന് പറഞ്ഞാല് ളുഹറിനെ പിന്തിച്ച് ജംആക്കുക, അതല്ലെങ്കിൽ മഗ്‌രിബിനെ ഇശായിലേക്ക് പിന്തിച്ച് ജംആക്കുമ്പോൾ മഗ്‌രിബ് അതല്ലെങ്കിൽ ളുഹർ ഖളാ ആയി മാറും. ലിഅന്നൽ ഊല, കാരണം ഈ ളുഹർ അതല്ലെങ്കിൽ മഗ്‌രിബ് എന്നുള്ളത് തബഉൽ സാനിയത്തി, രണ്ടാം നമസ്കാരത്തിനോട് പിന്തുടരുന്നതാണ്. അസറിനോട് തുടർത്തിയിട്ടാണ് ളുഹർ നിസ്കരിക്കുന്നത്, ഇശായിനോട് തുടർത്തിയിട്ടാണ് മഗ്‌രിബ് നിസ്കരിക്കുന്നത്. ഫഅ്തുബിറ വുജൂദു സബബിൽ ജംഇ, അതുകൊണ്ട് തന്നെ ജമ്മിന്റെ കാരണം ഉണ്ടാവലിനെ പരിഗണിക്കപ്പെട്ടു. ഫി ജമീഇൽ മത്ബൂഅത്തി, ഈ തുടർത്തപ്പെട്ട നമസ്കാരം മുഴുവത്തിലും. അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തേത് മുഴുവൻ കഴിയുന്നതിന്റെ മുമ്പായിട്ട് യാത്ര കഴിഞ്ഞാൽ ഖളാ ആയി മാറും. വഖദിയത്തുഹു, ഈ കാരണം പറഞ്ഞതിൻ്റെ തേട്ടം, ഒന്നാമത്തേത് രണ്ടാമത്തതിനോട് തബഅണ്, പിന്തുടർന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജംഇന്റെ കാരണം പിന്തുടരപ്പെട്ട നമസ്കാരം മുഴുവത്തിലും ഉണ്ടാവാൻ പരിഗണിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ആ കാരണത്തിന്റെ തേട്ടം അന്നഹു ലൗ ഖദ്ദമൽ മത്ബൂഅത, ഈ തുടർത്തപ്പെട്ട നിസ്കാരത്തിനെ മുന്തിച്ചു. ഉദാഹരണമായിട്ട് ളുഹറാണല്ലോ അസറിനോട് തുടരുന്നത്, മഗ്‌രിബാണ് ഇശായിനോട് തുടരുന്നത്.
അവിടെ മഗ്‌രിബിനെ ആദ്യം നിസ്കരിച്ചു. ഇഷായിലേക്ക് പിന്തിച്ച ഒരാള് ഇഷാന്റെ സമയമായിട്ട് മഗ്‌രിബാണ് ആദ്യം നിസ്കരിച്ചത്. അതല്ലെങ്കിൽ അസറിലേക്ക് ലോഹറിനെ പിന്തിച്ചപ്പോ ലോഹറാണ് ആദ്യം നിസ്കരിച്ചത്. അങ്ങനെ ആദ്യം നിസ്കരിച്ചു. എന്നിട്ട് അഖാമ അസ്ന അത്താബിഅത്തി മത്ബൂഅത്തിനെ മുന്തിച്ചു. അത് അസർ ഇഷാ, അതാണല്ലോ മത്ബൂഅത്ത്, അതിനോടാണ് പിന്തുടരപ്പെടുന്നത്. താബി ആണ് ളുഹർ അതല്ലെങ്കിൽ മഗ്‌രിബ്. അപ്പൊ ഈ അസർ ഇഷാ എന്ന ഈ തുടരപ്പെടുന്ന നിസ്കാരത്തെ ഓം മുന്തിച്ചു. അഖാമ അസ്ന താബിഅത്തി, ഈ താബിഅത്തിന്റെ ഇടയിൽ എന്ന് പറഞ്ഞാല് ളുഹർ അതല്ലെങ്കിൽ മഗ്‌രിബ്, ഇതാണ് താബിഅത്ത്. ഇത് പിന്തുടരാണ് അസറിനോട്. ഈ താബിഅത്തായ ളുഹർ അതല്ലെങ്കിൽ മഗ്‌രിബ് ആ നമസ്കാരത്തിന്റെ ഇടയിലോ മുഖീമായി, അത് രണ്ടാമത് നമസ്കരിക്കുന്നത്. എന്നാൽ അന്നഹ തക്കൂനു അദാഅൻ, ഈ അസർ ഇവിടെ അദാ ആയിട്ട് നിസ്കരിക്കാൻ പറ്റി. അതുപോലെ തന്നെ ളുഹറിനും മഗ്‌രിബിനും കുഴപ്പമില്ല, ഇഷാവും അസറും ഇവിടെ അദാ ആയിട്ടാണ് ഉള്ളത്. ലി വുജൂദിൽ ഉദ്രി ഫി ജമീഇൽ മത്ബൂഅത്തി, ഈ തുടരപ്പെട്ട ആ നമസ്കാരം അഥവാ അസർ അതല്ലെങ്കിൽ ഇഷാ, അത് മുഴുവത്തിലും ഇവിടെ യാത്ര എന്ന കാരണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത് അദാ ആയിട്ട് നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 2/401. ഇനി ളുഹർ അതല്ലെങ്കിൽ മഗ്‌രിബ് ഇത് നിസ്കരിക്കുന്നതിന്റെ മുമ്പായിട്ട് ബിന്ദിച്ച് ജംആക്കിയ രൂപത്തിൽ, ളുഹറിനെ അസറിലേക്ക് ബിന്ദിച്ച് ജമാക്കിയ രൂപത്തിൽ, മഗ്‌രിബിനെ ഇശായിലേക്ക് ബിന്ദിച്ച് ജമാക്കിയ രൂപത്തിൽ മഗ്‌രിബ് നിസ്കാരം നിർവഹിക്കുന്നതിന്റെ മുമ്പ് അതല്ലെങ്കിൽ ളുഹർ നിസ്കാരം നിർവഹിക്കുന്നതിന്റെ മുമ്പായിട്ട് യാത്ര കഴിഞ്ഞാൽ, അപ്പൊ ഈ ളുഹർ അതല്ലെങ്കിൽ മഗ്‌രിബ് ഖളാ ആണ് എന്നാ പറഞ്ഞത്. യജ്അലുൽ ഊലാ ഖളാഅൻ, ഒന്നാമത്തേനെ അത് ഖളാ ആക്കി എന്ന് പറഞ്ഞു. ഐ ഫായിത്തത ഹളിൻ ഫലാ തുഖ്സറു, അത് നാട്ടിൽ വെച്ച് നഷ്ടപ്പെട്ട ഒരു നമസ്കാരമായി മാറി, അതിനെ ഖസ്റാക്കാൻ പാടില്ല. അതോടൊപ്പം കൗനിഹ ഖളാഅൻ, അത് ഖളാ ആണ് എന്ന് പറയുമ്പോൾ തന്നെ ലാ ഇസ്മ ഫിഹ, അവിടെ കുറ്റമില്ല. ഖളാ ആക്കി എന്നുള്ളതിന്റെ പേരിൽ കുറ്റമില്ല. കാരണം അവന് ഈ പിന്തിച്ചത് കാരണം മുഖേനയാണ്, അതുകൊണ്ട് കുറ്റം കിട്ടില്ല. ഫലോ അഖാമ ഖബ്ലഹു, അപ്പൊ രണ്ട് നമസ്കാരത്തിൽ നിന്നും വിരമിക്കുന്നതിന്റെ മുമ്പായി മുഖീമായി കഴിഞ്ഞാൽ, ഒരാള് ളുഹറിനെ അസറിലേക്ക് പിന്തിച്ച് ജമാക്കിയിരുന്നു, പക്ഷെ ഓന് യാത്രയിലായിക്കൊണ്ട് അസറിന്റെ വക്തിൽ രണ്ടും നിസ്കരിച്ചിട്ടില്ല. ഓൻ നാട്ടിലേക്ക് എത്തി, ഓന്റെ യാത്ര അവസാനിച്ച് ഓന്റെ സ്വന്തം നാട്ടിലേക്ക് മുത്തവത്തിനായ വീട് കെട്ടി താമസിക്കുന്ന നാട്ടിലേക്ക് എത്തി. അതല്ലെങ്കിൽ ഓൻ യാത്ര ഉദ്ദേശിച്ച സ്ഥലത്ത് 4 ദിവസം താമസിക്കാൻ കരുതിയ ആ നാട്ടിലേക്ക് ഓൻ എത്തി മുഖീമായി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ളുഹർ ഖളാ ആണ്. സാറത്തി താബിയത്തു ഖളാഅൻ, ഈ അസറിനോട് തുടർന്നു വന്ന അതല്ലെങ്കിൽ ഇശായിനോട് തുടർന്നു വന്ന മഗ്‌രിബ്, അസറിനോട് തുടർന്നു വന്ന ളുഹർ, അത് ഖളാ ആയി. ലാ ഇസ്മ ഫിഹി, അതോടൊപ്പം കുറ്റമില്ല. കാരണം അന്നഹ താബിയത്തുൽ സാഹിബിൽ വഖ്തി ഫിൽ അദാഇ, ഈ വഖത്ത് ഉടയ ആ നമസ്കാരത്തിനോട് പിന്തുടർന്നതാണ് വീട്ടുന്ന വിഷയത്തിൽ, അദാഇന്റെ വിഷയത്തിൽ. ലിൽ ഉദ്രി, ഇവിടെ ഉദ്റുണ്ടല്ലോ, വഖത്ത് സാല ഉദ്റിപ്പം നീങ്ങിയതാണ്. അപ്പോ ഉദ്റുണ്ടായിട്ടാണ് പിന്തിച്ചത്, അതുകൊണ്ട് കുറ്റമില്ല. ഖളാ ആയി പോയാൽ പോലും കുറ്റമില്ല എന്നാണ് ഇമാമുകൾ പറയുന്നത്. ഷർവാനി 2401, ബാജൂരി 1224, നിഹായത്തുൽ ഹുസൈൻ 131. മുന്തിച്ച് ജംആക്കുന്നതിന്റെ 4 നിബന്ധന നമ്മൾ പറഞ്ഞു. പക്ഷെ അവിടെ 5-6 നിബന്ധനകൾ കൂടി ഉണ്ട്. അത് സിഹത്തുൽ ഊല യഖീനൻ ഔ ളന്നൻ, ഒന്നാം നമസ്കാരം സഹിഹായി തീരണം, അത് ഉറപ്പായിട്ട് സഹിഹായതാവണം. അതല്ലെങ്കിൽ ഒരു ഭാവന അനുസരിച്ചതെങ്കിലും അത് സഹിഹായിരിക്കണം ഒന്നാം നമസ്കാരം. മറ്റൊന്ന് അല്ലാ യദ്ഖുല വഖ്തു സാനിയത്തി ഖബ്ല ഫറാഗിഹ,
രണ്ടാം നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിൻ്റെ മുമ്പ് ആ രണ്ടാം നമസ്കാരത്തിൻ്റെ വഖത്ത് പ്രവേശിക്കാൻ പാടില്ല. രണ്ടാം നമസ്കാരത്തിൽ നിന്ന് പിരിയുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ സമയം പ്രവേശിക്കാൻ പാടില്ല എന്നൊരു നിബന്ധനയും കൂടിയുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. പക്ഷെ വൽ മുഅ്തമദു ഖിലാഫുഹു, അവിടെ പ്രബലമായിട്ടുള്ളത് അതിനെതിരാ. യജൂസു ജംഉ തഖ്ദീമി, അവ മുന്തിച്ചിട്ടുള്ള ജമ്മ് അനുവദനീയമാണ്. വൈൻ ദഖല സാനിയത്ത, രണ്ടാം നമസ്കാരത്തിലേക്ക് ഓൻ പ്രവേശിച്ചു. ഖബല ഫറാഗിഹ, അതിൻ്റെ രണ്ടാം നമസ്കാരത്തിൻ്റെ വഖത്തിലേക്ക് ഓൻ പ്രവേശിച്ചു. ഖബല ഫറാഗിഹ, ആ രണ്ടാം നമസ്കാരത്തിന് വിരമിക്കുന്ന മുമ്പ് പ്രവേശിച്ചാലും ശരി. വൈലം യുദ്രിക് മിന്ന ഫി വഖത്തിൽ ഊല, മാത്രമല്ല രണ്ടാം നമസ്കാരത്തിൽ നിന്ന് ഒന്നാമത്തെ നിസ്കാരത്തിന്റെ സമയത്തിൽ ഓൻ എത്തിച്ചില്ല. ഇല്ല ബഅദ റക്അത്തിൻ, ഒരു റക്അത്തിന്റെ അല്പമില്ലാതെ എത്തിച്ചില്ല, എന്നാലും പ്രശ്നമില്ല. ലി അന്നലാ ഫിൽ ജംഇ വഖതൈനി, ഈ രണ്ടാം നമസ്കാരത്തിന് ജമ്മാക്കുമ്പോൾ രണ്ട് സമയമുണ്ട്. അത് ഒന്ന് ളുഹറിന്റെ സമയത്ത്, ഉദാഹരണമായിട്ട് അസറിനെ ജമ്മാക്കുമ്പോൾ ളുഹറിന്റെ സമയത്ത് നിസ്കരിക്കുക എന്നുള്ളതും ഉണ്ട്, അസറിന്റെ സമയത്ത് നിസ്കരിക്കുക എന്നുള്ളതും ഉണ്ട്. അതുപോലെ ഇശായിനെ മഗ്രിബിലേക്ക് ജമ്മാക്കിയ അതിനെ മഗ്രിബിന്റെ വക്തിൽ നിസ്കരിക്കുക എന്നുള്ള ഒരു വിഷയം അവിടെ ഉണ്ട്. അത് ഇശായിൽ നിസ്കരിക്കുക എന്നുള്ള അങ്ങനെ സമയം അതിനുണ്ട്. ഫലം തഖ്റുജു അൻ വഖ്തിഹ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ടാം നമസ്കാരം ഒരു നിലക്കും അതിന്റെ വഖത്തിനെ തൊട്ട് പുറപ്പെട്ടിട്ടില്ല. അതിന് ശരിയായ വക്ത് ആയപ്പോഴെങ്കിലും നിസ്കരിക്കുന്നുണ്ടല്ലോ. കുറച്ച് ഒന്നാം നമസ്കാരത്തിന്റെ വക്തിലുമായി, അതും ജമ്മാക്കി എന്നുള്ളത് കൊണ്ട് അതിന്റെ സമയമാണ്. അപ്പൊ തക്കൂനു അതാ കത്ത്, അപ്പൊ അത് രണ്ടാം നമസ്കാരം ഉറപ്പായിട്ടും അതാ ആയി. ഇതാണ് ഈ മുന്തിച്ച് ജമ്മാക്കുന്നിടത്തുള്ള മറ്റ് രണ്ട് നിബന്ധന, 5ഉം 6ഉം നിബന്ധന. ബാജൂരി 1,222, ഷെർവാനി 2,395, ബുഷ്റൽ കരീം 1,140.